നമ്മൾ ഒരിക്കൽ കൂടി ശ്രീനഗറിലേക്ക് പോവുകയാണ്. അവിടെ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടിയുണ്ട്. ഹാഷ്മി, കശ്മീർ നിയമസഭാ സമ്മേളനം, പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്താണ് ഈ സമ്മേളനത്തിന്റെ അജണ്ട? മറ്റൊന്ന്, ചൈന പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരല്പം വൈകിയാണെങ്കിൽ പോലും നിഷ്പക്ഷ അന്വേഷണം എന്നൊക്കെയുള്ള പാകിസ്ഥാന്റെ നിലപാടിനെ അവർ പിന്തുണയ്ക്കുന്നു. കൂടാതെ ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. PL-15 നൽകിയിട്ടുണ്ടോ എന്നതിന്റെ സംശയമുണ്ട്. തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, പിന്നെയും മുറുമുറുപ്പ് എന്ന് പറയുന്ന മട്ടിലാണ് പാകിസ്ഥാന്റെ കാര്യം. എല്ലാ തരത്തിലുള്ള പ്രകോപന പ്രസ്താവനകൾ, അവിടുത്തെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അങ്ങേയറ്റം ഉത്തരവാദിത്തമില്ലാതെ ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ സമയത്തോടെ സംസാരിക്കേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ആണവായുധ ഭീഷണിയൊന്നും ഇന്ത്യക്കാരുടെ ചോര ഒഴുകും എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റത്തെ അസംബന്ധ പ്രസ്താവന നമ്മൾ കേട്ടു. അതിന്റെ ഏറ്റവും ഒടുവിൽ ഷഹീദ് അഫ്രീദ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും നേരത്തെ ആരാധകരുണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് താരം പറയുന്ന അസംബന്ധ പ്രസ്താവനയാണ്. അത്തരത്തിൽ അവരുടെ പ്രൊവോക്കേഷൻ വാക്കുകൾ മാത്രമല്ല, തുടർച്ചയായ 4ാം ദിവസം പൂഞ്ചിലൊക്കെ യാതൊരു മര്യാദയുമില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനം, അവർ ഷിംല കരാറിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന ഭീഷണിക്ക് പിന്നാലെ ഒരു മര്യാദയുമില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനം അവിടെ നടത്തുന്നു. അപ്പോൾ അതാണ് അവർ അവിടെ അവരുടെ പ്രൊവോക്കേഷൻ പരമാവധി തുടരുന്നതിനിടയിലാണ് ചൈന അവർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യയോട് അടുത്ത കാലത്ത് വലിയ ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്ന ചൈന, ചങ്കലെ ചൈന ചതിയൻ ചൈനയായി മാറിയ കാഴ്ച നമുക്ക് പുതിയ കാര്യമൊന്നുമല്ല അനുജ. അവർ പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് അവർക്ക് നൽകുന്നു. മാത്രമല്ല, നേരത്തെ അനുജ പറഞ്ഞതുപോലെ നിഷ്പക്ഷ അന്വേഷണം എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഉണ്ടയില വെടി അവർ ഏറ്റുപിടിക്കുകയാണ്. അതുണ്ടാവണം എന്നുകൂടി ചൈന പറയുന്നു. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകാനുള്ള ചൈനയുടെ നീക്കം. അതും പുതിയ കാര്യമല്ല. ചൈന ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം 81-82% ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ PL-15 മിസൈൽ. 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ്. അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ പാക് ആർമി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. JS-15 ഘടിപ്പിച്ചിരിക്കുന്ന PL-15 മിസൈലിന്റെ ചിത്രങ്ങൾ. പക്ഷേ അത് പാകിസ്ഥാൻ ജുംലയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇടയ്ക്കിടെ പറയുന്ന പോലെയുള്ള വ്യാജ അവകാശവാദമാണ് എന്ന് കരുതുന്ന പ്രതിരോധ വിദഗ്ധർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ചൈന പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നു എന്ന കാര്യം പുതിയ കാര്യമല്ല. അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടെൻഷന്റെ സമയത്ത് അവരുടെ കർത്തവ്യം, പാകിസ്ഥാനിൽ അവരുടെ കൂറ് അത് പ്രകടമാക്കുകയും ചെയ്യും. അതിനൊക്കെതിരെ ചൈനയുടെ പ്രസ്താവനയ്ക്കെതിരെ, ചൈന കൂടുതൽ ആയുധം നൽകാനുള്ള നീക്കത്തിനൊക്കെ എതിരെ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേക അസംബ്ലി ചേർന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തെ, പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ ഒറ്റശ്വാസത്തിൽ ഏകകണ്ഠമായി അതിനെ നിരാകരിക്കുന്നത്, അതിനെ അപലപിക്കുന്ന പ്രമേയമടക്കം അവിടെ പാസ്സാക്കാൻ പോകുന്നത്. അത് തീവ്രവാദം ജമ്മു കാശ്മീരിന് എല്ലാ കാലത്തെയും വലിയ ഭീഷണിയാണ്. അത് ഈ നാടിന്റെ ടൂറിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. എല്ലാ അർത്ഥത്തിലും അതിനെ 100% എതിർക്കുന്നു എന്നതാണ് ആ പ്രമേയത്തിന്റെ കണ്ടന്റ്. അനുജ, തൊട്ടു നേരത്തെ ചേർന്ന ജമ്മു കാശ്മീർ നിയമസഭ വലിയ ശബ്ദായമാനമായിരുന്നു. അവിടെ വഖഫ് നിയമ ഭേദഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുണ്ടായെങ്കിൽ ഇവിടെ വാക്പോരില്ലാതെ ഒറ്റ ദിവസത്തെ സെഷൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളെ 26 പേർക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ദിവസം ചെറിയ ചർച്ചകൾ കൂടി ബാക്കിയാക്കി അവിടെ പൂർത്തിയായി പിരിയും. ചില മീഡിയ അഡ്വൈസറുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ലെങ്കിൽ കൂടി മനുജ, ഇന്ന് നമ്മൾ കുൽഗാം മേഖലയിൽ നിന്ന്, കൊക്രാനഗർ ആ വനമേഖലയിൽ നിന്ന്, പെൽഗാമിന് ചുറ്റുമുള്ള വിശാലമായ വനമേഖലയിൽ നിന്ന് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ശ്രീനഗറിൽ. അനുജ.